നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ സിറ്റിയിലെ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് പയ്യൻ. അഞ്ജന കോളേജിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവൻ അവളെ കണ്ടു, ഇഷ്ടപ്പെടുകയും ചെയ്തു. തരുണിനേക്കാളും എന്തുകൊണ്ടും അഞ്ജന മോൾക്ക് യോഗ്യനാണ് ഈ പയ്യൻ. പേരും പ്രശസ്തിയുമുള്ള കുടുംബക്കാരുമാണ്. യതി സാറിനും രഞ്ജിനി മാഡത്തിനും അഞ്ജുമോളുടെ കാര്യത്തില് എന്താ ഇത്രയ്ക്ക് താല്പര്യം? അവര് തന്നെ കല്യാണം ആലോചിക്കുന്നു, മുൻകൈ എടുത്ത് പെണ്ണ് കാണൽ നടത്താൻ പോകുന്നു. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ഉദ്ദേശം? ഹലോ, എന്തുപറ്റോടോ? നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് നീക്കങ്ങള്? യതി സാറിന്റെയും രഞ്ജിനി മാഡത്തിന്റെയും മനസ്സില് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഇല്ലെങ്കിൽ അവര് മുൻകൈ എടുത്ത് അഞ്ജന മോൾക്ക് കല്യാണം ആലോചിക്കുന്നത് എന്തിനാ? അതും ബാങ്ക് മാനേജറായ ഒരു പയ്യൻ. സുധർമ്മ അപ്പച്ചിയുടെയും തരുണിന്റെയും കാര്യം അവർക്ക് അറിയാലോ. ചിലപ്പോ അത് മുടക്കാൻ വേണ്ടിട്ടായിരിക്കും. തരുണിന്റെ ആലോചന മുടക്കുക എന്നത് മാത്രം ആയിരിക്കില്ല അതിന്റെ പിന്നിലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ അവരെന്തിനാ ചോട്ടൂന് കല്യാണാലോചന കൊണ്ടുവരുന്നത്? ചോട്ടൂന് ഒരു നല്ല ലൈഫ് കിട്ടാൻ നമ്മളെപ്പോലെ തന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കിത് മനസ്സിലാവുന്നില്ല രൂപേഷേട്ടാ. നമുക്ക് അമ്മയോട് പറഞ്ഞ് തൽക്കാലം ഈ കല്യാണം മാറ്റി വെപ്പിച്ചാലോ? അതിന്റെ ഒരു ആവശ്യവും ഇല്ല. പയ്യൻ വരുന്ന കാര്യമല്ലേ ഉള്ളൂ, വന്ന് കണ്ടിട്ട് പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ അതിനുശേഷം ആലോചിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല രൂപേഷേട്ടാ. ഈ ആലോചനയുടെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ഈ കല്യാണം എങ്ങാനും ഉറച്ചുപോയാ നാളെ അഞ്ജനമ്മോളുടെ ലൈഫ് പ്രോബ്ലത്തിലാവും. അതും ശരിയാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പെണ്ണുകാണൽ ചടങ്ങ് വരെ വെയിറ്റ് ചെയ്തല്ലേ മതിയാവൂ. താൻ ടെൻഷൻ അടിക്കണ്ട, അവര് വന്ന് പെണ്ണ് കാണട്ടെ. ആളുകളെ കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവുമല്ലോ. എന്റെ മനസ്സില് എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട. ചോട്ടുവിന്റെ ജീവിതത്തില് കുഴപ്പമുണ്ടാകുന്ന ഒരു ബന്ധത്തിനും നമ്മൾ സമ്മതിക്കില്ല. അതിനി ആര് കൊണ്ടുവന്നാലും. അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന കാര്യം അവരോട് പറഞ്ഞു കാണുമോ? പെൺകുട്ടി ഊമയാണെന്ന് അവരറിയുമ്പോ? അതെന്തായാലും പറഞ്ഞു കാണും. ആദ്യം പറയേണ്ടത് അതുതന്നെയാണല്ലോ. അത് സമ്മതമായതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പെണ്ണ് കാണാൻ വരുന്നത്. പെണ്ണ് കാണൽ ചടങ്ങില് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും പെണ്ണ് കാണൽ നടക്കട്ടെ. ബാക്കി നമുക്ക് അന്നേരം ആലോചിക്കാം. നിങ്ങൾക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? എന്തെങ്കിലും മാനസിക പ്രശ്നമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. എങ്ങനെയെങ്കിലും സ്വന്തം മകനെ കൊണ്ട് ആ ഊമ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ആ കമ്പനി സ്വത്തുക്കളോ എല്ലാം സ്വന്തം ആക്കുന്നതിന് പകരം നിങ്ങൾ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കാൻ പോവാണോ? നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രവർത്തിച്ച് കാണിക്കേണ്ട കാര്യം ഒരിക്കലും മുൻകൂട്ടി പറയരുത്. അത് പ്രവർത്തിച്ചു തന്നെ കാണിക്കണം. അതില് ഒരു കോംപ്രമൈസും പാടില്ല. അപ്പോ എതിയേട്ടൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ? അഞ്ജനയ്ക്കിപ്പൊ കല്യാണം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവള് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കും. പ്രത്യേകിച്ചും വിവാഹം. ഇതിപ്പോ
യതി കൊണ്ടുവന്ന ആലോചന കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണമല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലിയാണ് ആവശ്യം. അക്കാര്യം ഞാൻ യതിയോട് ചോദിച്ചു. കല്യാണം കഴിഞ്ഞാലും പഠിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലെന്നാ അവൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞുള്ള പഠിപ്പൊക്കെ ഒരു കണക്ക് തന്നെയാ. ഒരു കുട്ടിയും കൂടിയായ അതോടെ തീർന്നു. അടുക്കളയിലും വീട്ടിലുമായിട്ട് പെൺകുട്ടികളുടെ ജീവിതവും തീർന്നു. അതൊക്കെ ശരിയാ. എന്നാലും നമുക്കും ചില കടമകളില്ലേ? ദർശനയുടെ അനിയത്തി നമ്മുടെ കുട്ടി തന്നെയല്ലേ? അവൾക്കൊരാലോചന വരുമ്പോ നമ്മളായിട്ട് അത് വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. എത്രയും വേഗം അത് നടത്തി കൊടുക്കണം. ഉടനെ കല്യാണം വേണ്ടാന്ന ഉറച്ച നിലപാടിലാണ് അഞ്ജനയെന്നാ ദർശന പറഞ്ഞത്. അതെ, ഗീതം അഞ്ജനോടൊന്ന് സംസാരിക്കണം. എന്നുവെച്ച് നിർബന്ധിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഒരു കല്യാണം കഴിച്ചല്ലേ പറ്റൂ. ചേരുന്ന ബന്ധമാണെങ്കിൽ ഇത് തന്നെ നമുക്ക് നടത്താം. എന്തായാലും അഞ്ജനയുടെ മനസ്സൊന്നറിയണം. ഗീതമ്മയെ കൊണ്ടേ അതിനു പറ്റൂ. യതി സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അഞ്ജനയുടെ കാര്യമെല്ലാം പയ്യന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അത് പിന്നെ സോറി ദർശന, ഒരു മിനിറ്റ്. എന്താടോ? ഇല്ലില്ല, ഇന്നെനിക്ക് മാർക്കറ്റിലേക്ക് വരാൻ സാധിക്കില്ല. താനൊരു കാര്യം ചെയ്യേ, ഓഫീസിലേക്ക് ഒരാളെ അയക്കേ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി, ഓക്കെ. ദർശന എന്താ ചോദിച്ചത്? അഞ്ജന മോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സാർ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ദർശന എന്തിനാ വിഷമിക്കുന്നത്? ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ബ്രോക്കറോട് ഞാൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രോക്കർ കൊണ്ടുവന്ന ആലോചനയാണോ ഇത്? അഞ്ജന മോള് സംസാരിക്കില്ല എന്നുള്ള കാര്യം അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സാറിന് നേരിട്ടറിയാവുന്നുള്ള ഫാമിലി അല്ലേ? പിന്നെ അതെ, ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഓഫീസിലേക്ക് ഒരാളെ അയച്ചാൽ മതി. എന്താ? വേണം. ഡോക്യുമെന്റ്സ് ഒറിജിനൽ എല്ലാം കൊടുത്തയക്കണം. അതൊന്നും കുഴപ്പമില്ല. കുര്യച്ചനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളെല്ലാം ശരിയാക്കിക്കോളും. മാർക്കറ്റില് വെജിറ്റബിൾ ബിസിനസ് നടത്തുന്ന രാധാകൃഷ്ണന്റെ ഒരു ലോണിന്റെ കാര്യമാണ്. എല്ലാം ഞാൻ കുര്യച്ചനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യത്തിനാ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്. സർ, ഞാൻ ചോദിച്ചത് പയ്യനെയും വീട്ടുകാരെയും സാറിന് നേരിട്ട് അറിയാമോ എന്നാ. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നേരിട്ട് അറിയില്ലെങ്കിലും ഞാൻ അവരെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. നല്ല തറവാട്ടുകാരാ. പിന്നെ ഒരു ബാങ്ക് മാനേജറുടെ വീടെന്നൊക്കെ പറയുമ്പോൾ ഒരടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുമല്ലോ. അതുതന്നെയാണ് ദർശനയുടെ അനുജത്തിക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം. അഞ്ജനമോളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷനുണ്ട്. അവൾക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാനൊന്നും തീരെ താല്പര്യമില്ലെന്നാ പറയുന്നത്. പഠിത്തം കഴിഞ്ഞു മതിയെന്നാ. കല്യാണാലോചന വരുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇതും അങ്ങനെ കണ്ടാൽ മതി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാനെന്നാ നമുക്ക് പിന്നെ സംസാരിക്കാം. അയ്യോ, ഒരു ടെൻഷനും വേണ്ട, എല്ലാം ശരിയാവും. എന്നാ വരട്ടെ. എടോ, ദർശന അടുത്തുണ്ടായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ കാര്യങ്ങളൊക്കെ അവരോട് താൻ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. എന്നെ തനിക്കറിയാമല്ലോ. ദേ, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം.
ശ്രേയ ശ്രേയ എനിക്ക് തന്നെ ഇഷ്ടമാണ്.